ഹലോ, ആളെ മനസ്സിലായാലോ? ലബൂബ്. ഇപ്പൊ എവിടെ നോക്കിയാലും ലബൂബാണ്. അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇത്ര ഫേമസ് ആയിട്ടുള്ള സംഭവം നമ്മൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ലല്ലോ. ഞാനിവിടെ ഒരു ലബൂബ് സ്ക്വിഷിയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ലബൂബ് ഒരു ഫീമെയിൽ കോമിക് ക്യാരക്ടറാണ്. ഡോളായിട്ട് മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഒരു ചൈനീസ് പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ആർക്കും വേണ്ടാത്തൊരു സംഭവമായിരുന്നു ഇതുവരെ. ഇപ്പോൾ അടുത്ത് ഒരു കൊറിയൻ സെലിബ്രിറ്റിയുടെ കയ്യിൽ ഈ സംഭവം കണ്ടതോടുകൂടി ആളുകൾ ഫുൾ അതിൻ്റെ പിന്നാലെ. ഇപ്പോഴത്തെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ ഈ സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുക. ഒരാൾക്ക് ഒരു ദിവസം ഒറ്റ ലബൂബിനെ വിൽക്കുള്ളൂ എന്നുള്ളൊരു നിയമം ഇതിൻ്റെ കമ്പനി തന്നെ ഇറക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു റേഞ്ച് മനസ്സിലാക്കുമല്ലോ. കാരണം ആവശ്യക്കാർക്ക് കിട്ടാനില്ല, ഇറക്കുമ്പോഴത്തേനും സ്റ്റോക്ക് തീരുക. അപ്പോൾ ഇത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവാനും മാത്രം ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രത്യേകതയില്ല. ഡാൻസ് കളിക്കില്ല, പാട്ട് പാടില്ല, ലൈറ്റ് പോലും കത്താത്തൊരു സാധാരണ പാവ. ആകെ ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് ഒരു മിസ്റ്ററി ബോക്സിലാണ് കിട്ടുക. സംഭവം നമ്മുടെ കയ്യിൽ കിട്ടി തുറന്നു നോക്കിയാൽ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ലബൂബിൻ്റെ കളർ മനസ്സിലാവുള്ളൂ. ഇത് പല കളറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സാധനമെല്ലാം കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ മേടിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവും. ഇത് അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. വേറൊരു പ്രത്യേകത പറയാനാണെങ്കിൽ ഇതിൻ്റെ പ്രൈസാണ് ഏറ്റവും വലിയൊരു സംഭവം. കാരണം കയ്യിൽ പിടിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ലബൂബിൻ്റെ വില 5000 സൈസ് കൂടുന്തോറും പ്രൈസും കൂടും. പിന്നെ വേറൊരു ഭയങ്കരമായൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. അൺലക്ക് കൊണ്ടുവരുന്നൊക്കെയാണ് പറയുന്നത്, നമുക്കറിയില്ല. എന്തായാലും എൻ്റെ ലബൂബിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.